ഭാവിയിൽ ഏറ്റവും ഉന്നതമായ സംസ്കാരം തീർന്ന വ്യക്തിത്വങ്ങളായി തീരേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ആ കുഞ്ഞു മക്കളെ എല്ലാവരെയും നമിച്ചുകൊണ്ട് അവരെ നയിക്കുന്ന അധ്യാപക വൃന്ദം, അനധ്യാപക വൃന്ദം, വിവിധ കലാരൂപങ്ങളിലെ ഗുരുനാഥന്മാർ എല്ലാവരെയും പ്രണമിച്ചുകൊണ്ട് തൃശ്ശൂരിൽ ഇത് വർഷങ്ങൾക്ക് ശേഷം നടക്കുമ്പോൾ എന്നെ ഈ വേദിയിൽ ഒരുപക്ഷെ ഒരു കസേര തന്നിരിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയ തൃശ്ശൂരിലെ ബഹുമാന്യരായ സമ്മതിദായകരോട് ഞാൻ എൻ്റെ പ്രത്യേക നന്ദി ഈ വേദിയിൽ നിന്ന് അറിയിക്കുകയാണ്. സംസ്കാരങ്ങളും പ്രതിഭകളും ഒരുമിച്ച് നടന്ന് പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് നമ്മെ സമൂഹത്തിൽ നല്ല പൗരന്മാരായി രൂപപ്പെടുത്തുന്നു. ആദ്യകാലത്ത് ഇത് ചെറിയൊരു മത്സര പരിപാടിയായി മാത്രമായിരുന്നു നടന്നത്. പിന്നീട് വർഷങ്ങളായി ഇത് വികസിച്ച് ഇന്ന് നൃത്തം, സംഗീതം, നാടകം, കഥാപ്രസംഗം, മിമിക്രി, ചിത്രകല, രചന, കവിത, മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, നാടൻ കലകൾ തുടങ്ങി 100-ലേറെ ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന വൻ ഉത്സവമായി മാറിയിരിക്കുന്നു. ഗോത്ര കലാരൂപങ്ങൾ ആദ്യമായി അരങ്ങിൽ എത്തിയതും കലോത്സവത്തിൽ വെച്ച് തന്നെയാണ്. ഇന്ന് കേരള സ്കൂൾ കലോത്സവം ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവങ്ങളിൽ ഒന്നായി ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ ലോക ശ്രദ്ധ നേടിക്കൊണ്ടേയിരിക്കുന്നു. ഈ കലോത്സവം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവുകളും അച്ചടക്കവും കൂട്ടായ്മയുടെ മൂല്യങ്ങളും വളർത്തുന്നു. കേരളത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകം പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഈ ഉത്സവം നിർണായക പങ്ക് വഹിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ നിങ്ങളോടൊപ്പം ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരാൻ കഴിയുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും നേർന്നുകൊണ്ട് വിജയം, ഇവിടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ, വിജയം ആരുടെയും പരാജയത്തിന്മേൽ അല്ല എന്ന് പറയുന്ന നിശ്ചയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കണ്ണീര് ഇറ്റു വീഴാൻ, പക്ഷെ അത് ആനന്ദാശ്രുക്കളായിരിക്കണം. അത് ലഭിക്കാത്തതിൻ്റെ പേരിൽ സങ്കട കണ്ണീരായി ഒരിക്കലും ഒഴുക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ ജ്യേഷ്ഠന്റെ, ഒരു വലിയ അച്ഛന്റെ, അമ്മാവന്റെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റവും അപ്പീലുകൾ കുറഞ്ഞ ജനോത്സവ മേളയായി ഇതിനെ ഉയർത്തണേ എന്ന് ഞാൻ വിദ്യാർത്ഥിനി സമൂഹത്തോടും അധ്യാപകരോടും ഗുരുക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട്. ജനങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ്. പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചുകൊണ്ടുള്ള രമ്യതയിൽ പോകണം. ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ്. അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടി ചേട്ടൻ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിന്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യത്തിൽ ഇതിൻ്റെ തുടക്ക സമയമെന്ന് പറയുന്നത് പുനഃക്രമീകരിച്ചതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാത്രമേ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുവാൻ സാധിച്ചുള്ളൂ. അതിന് ആദ്യം തന്നെ ക്ഷമാപണം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്മ മാത്രം വിളയട്ടെ, നന്മ മാത്രം വിരിയട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്.
മൈ ജി ആണ് ഫ്യൂച്ചർ.